മക്കളെ നമ്മള് മൂന്നാമത്തെ ചാപ്റ്ററായ മെട്രിസസ് ആണ് നമ്മൾ എന്താക്കുന്നത് ഇന്ന് പഠിക്കാൻ പോകുന്നത്. മെട്രിസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു കാര്യം ഓർത്തോ, മാത്സുകാരുടെ പേപ്പർ നിറക്കുന്ന ഒരു സംഭവ ബഹുലമായ ആഡംബരകുലമായ ഒരു രാജാവാണ് മക്കളെ മെട്രിസസ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാ? ഇവൻ എഴുതി തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ പേജ് തീരുന്ന വഴി തിരിയില്ല മക്കളെ. അമ്മാതിരി ഒരു ഐറ്റാണ് നമ്മുടെ മെട്രിസസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് മെട്രിസസ്. മക്കളെ മെട്രിസസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമുക്ക് ഈ വെർട്ടിക്കലി അതുപോലെ തന്നെ ഹൊറിസോണ്ടലി ഈ ഒരു മോഡൽ നമുക്ക് എന്താക്കാൻ പറ്റും, നമ്മുടെ നമ്പേഴ്സിനെ ഒരു ഓർഡേർഡായിട്ട് നമുക്ക് തരും, ഒരു ഓർഡർ നമുക്ക് എന്താക്കാൻ പറ്റും, ക്രമീകരിക്കാൻ പറ്റും. അതായത് വെർട്ടിക്കലിയും ഹൊറിസോണ്ടലിയും നമ്പേഴ്സിനെ എലമെന്റ്സിനെ ആ ഒരു ക്രമീകരിക്കുന്നതാണ് നമ്മൾ എന്താ പറയുന്നത് ഈ മെട്രിസസ് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ ശ്രദ്ധിച്ചോ, എ മെട്രിക്സ് ആൻഡ് ഓർഡർ റെക്ടാങ്കുലർ അറേ ദ നമ്പേഴ്സ് ഓഫ് ഫംഗ്ഷൻസ് ആർ കോൾഡ് എലമെന്റ്സ് ഓഫ് ദ ഇൻഡെക്സ്. അപ്പം എന്താണ് ഒരു ഓർഡേർഡ് റെക്ടാങ്കുലർ ഷേപ്പിലാ നമ്മൾ ഈ ഒരു റെക്ടാങ്കുലർ ഷേപ്പിൽ ഈ ഹൊറിസോണ്ടലി നമ്മൾ ഇതാക്കുന്നതിനെ എന്തെന്നും റോ എന്നും, അതുപോലെ വെർട്ടിക്കലി നമ്മൾ ക്രമീകരിക്കുന്നതിനെ എന്തെന്നും വിളിക്കാം, കോളം എന്നും നമുക്ക് വിളിച്ചിട്ട് നമുക്ക് ക്രമീകരിക്കാൻ പറ്റുന്നതാണ് നമ്മുടെ മെട്രിസസ് എന്ന് പറയുന്നത്. ഞാൻ ഇതാ ക്രമീകരിക്കണം 1 2 3 4 6 8 9 0 4 3 12 1. ഇതാ ഞാനൊരു കുറച്ച് നമ്പേഴ്സിനെ അങ്ങ് റോയോ ആയും കോളമായിട്ടൊക്കെ എന്താക്കി അങ്ങ് ക്രമീകരിച്ച് വെച്ചു. ഇതാണ് മക്കളെ നമ്മുടെ എന്ത് എന്ന് പറയുന്നത്, നമ്മുടെ മെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഒരു മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പൊ മെട്രിക്സ് എന്താന്നുള്ളത് ഇപ്പം മനസ്സിലാക്കണോ? ഒന്നില്ല, ഏതെങ്കിലും ഒരു നമ്പർ ഓഫ് എലമെന്റ്സിനെ നമുക്ക് എന്താക്കാം, റോസ് ആയിട്ടും കോളംസ് ആയിട്ട് നമുക്ക് എന്താക്കാൻ പറ്റും, അറേഞ്ച് ചെയ്യാൻ പറ്റും. ആ ഒരു അറേഞ്ച്മെന്റിന്റെ ആ ഒരു സംഭവത്തിനാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് മെട്രിക്സ് എന്ന് വിളിക്കുന്നത്. ഇനി ഇവന് കുറച്ചൊക്കെ ഒരു പരിപാടികളൊക്കെ ഉണ്ടാക്കി നമുക്ക് പഠിക്കാം. അപ്പൊ മക്കളെ ഇനി അടുത്ത ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കാനുള്ള നമുക്ക് ഓർഡർ ഓഫ് എ മെട്രിക്സ് ആണ്. ഓർഡർ ഓഫ് എ മെട്രിക്സ് നമ്മൾ പറയാ എം ക്രോസ് എൻ എന്നാണ്, അല്ലെങ്കിൽ എം ബൈ എൻ. ഇതാ ഇവനാണ് ഈ ക്രോസ് ബൈ എന്നൊക്കെ വിളിക്കുന്ന ആ ഒരു മഹത് വ്യക്തി എന്ന് പറയുന്നത്. അപ്പം എം ക്രോസ് എൻ അല്ലെങ്കിൽ എം ബൈ എൻ എന്ന് നമുക്ക് എന്താക്കാം, ആ ഒരു മെട്രിക്സിനെ വിളിക്കാം. ഇതിൽ എന്താണ് എം എന്താണ് എൻ നോക്കണ്ടേ. അപ്പോൾ മെട്രിക്സ് ഓഫ് എം റോസ്, ശ്രദ്ധിച്ചോളാം, എം റോസ്. അതായത് ഞാൻ ഇവിടെ ഒരു മെട്രിക്സ് എഴുതി, ആ മെട്രിക്സിൽ ഞാൻ നമ്പേഴ്സ് കൊടുത്തു 1 2 3 4 6 2 0 1 12 2 0 1 2. ഈ ഒരു നമ്പേഴ്സ് ഞാൻ കൊടുത്തില്ലേ. ഇനി ഇതിൽ എത്ര റോസ് ഉണ്ട് നോക്കിക്കോ. ഒരു റോ 2 3 റോസ് ഉണ്ടല്ലോ, 3 റോസ് ഉണ്ട്. അപ്പം 3. എത്ര കോളം ഉണ്ട് ഒന്ന് നോക്കിക്കോ, 1 2 3 4 കോളം ഉണ്ട്. സോ ഇതെന്ത് വരും, 3/4 മെട്രിക്സ് ആയിരിക്കും. അതായത് എം ബൈ എൻ എന്നുള്ള രൂപത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുക, അതിന്റെ ഓർഡർ പറയാ. എം എന്തായിരിക്കണം, നമ്പർ ഓഫ് റോസും, എൻ എന്തായിരിക്കണം, നമ്പർ ഓഫ് കോളംസ് ആയിരിക്കണം. നമ്മൾ ഹൊറിസോണ്ടലി ഉള്ളതിനെ നമ്മൾ എന്ത് വിളിക്കും, റോ എന്നും, വെർട്ടിക്കലി ഉള്ളതിനെ നമ്മൾ എന്ത് വിളിക്കും, കോളം എന്നും വിളിക്കും. അപ്പൊ നമ്മൾ ഹൊറിസോണ്ടലി നമുക്ക് ഇവിടെ എത്ര ഉണ്ട്, 3 വരിയുണ്ട്. അപ്പൊ 3 ബൈ അല്ലെങ്കിൽ ക്രോസ് എത്ര കോളം ഉണ്ട്, 1 2 3 4 കോളം ഉണ്ട്. സോ 3/4 വരും നമ്മുടെ ഓർഡർ എന്ന് പറയുന്നത്. ഇതാണ് ഓർഡർ എന്ന് പറയുന്നത് ഫസ്റ്റ് പഠിക്കാനുള്ള കാര്യം. ഓക്കെ, ഇനി ഈ ഒരു കാര്യത്തിന്റെ ഓർഡറും കാര്യങ്ങളൊക്കെ എന്താക്കുക, നിങ്ങളൊന്ന് പഠിക്കുക. ഇപ്പം മെട്രിക്സ് എന്നാണ് ഈ ഒരു കോൺസെപ്റ്റ് വലിയ സംഭവം ഒന്നല്ല. ഓക്കെ, ഇനി അടുത്തതാണ് മക്കളെ, ഒരു മെട്രിക്സിൽ എത്ര എലമെന്റ്സ് ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഓർഡർ നോക്കിയാൽ മതി. അതൊരു 3/2 മെട്രിക്സ് ആണെങ്കിൽ അതിൽ ടോട്ടലി 6 എലമെന്റ്സേ ഉണ്ടാവുള്ളൂ. ഇവിടെ പറഞ്ഞത് മെട്രിക് ഹാസ് 8 എലമെന്റ്സ്. മെട്രിക്സിന് എത്ര എലമെന്റ്സ് ഉണ്ടെങ്കിൽ 8 എലമെന്റ്സ് ഉണ്ടെങ്കിൽ പോസിബിൾ ഓർഡേഴ്സ് ആണ്. അതായത് അതിന്റെ മൾട്ടിപ്ലിക്കേഷൻ 8 ആവണം. ഒന്നുമില്ല 1/2 വരാൻ പറ്റൂലേ മക്കളെ, കാരണം 1/2 എന്നുള്ള ഒരു കോളം ഇതുവരെ ആരും കണ്ടുപിടിച്ചിട്ടില്ല, റോ ആരും ഇതുവരെ കണ്ടുപിടിച്ചില്ല. സോ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാവില്ല. അപ്പം മെട്രിക്സ് ആസ് 8 എലമെന്റ്സ് ആണെങ്കിൽ മക്കളെ ഏതൊക്കെയാണ് എനിക്ക് ഓർഡർ വരിക, 4 × 2 ഈക്വൽ ടു എത്രയാണ്, 8 ആണ്. അപ്പൊ 4 × 2 എന്ത് വരും, ഓർഡർ വരുമല്ലോ. അതേപോലെ 2 × 4 വരുമല്ലോ, 2 8 അല്ലേ വരിക. അതേപോലെ വരും എന്തെന്ന്, 8 × 1 വരും. അതുപോലെ തന്നെ എന്ത് വരും, 1 × 8 വരും. ഇതൊക്കെ വരുമല്ലോ.
ഇതൊക്കെ വരുമല്ലോ. അപ്പൊ എന്താക്കിയാൽ മതി, ടോട്ടൽ നമ്പർ ഓഫ് എലമെന്റ്സ് കാണിക്കാൻ പറയണമെങ്കിൽ എന്താക്കിയാൽ മതി, അതിന്റെ ഓർഡർ എന്തായാൽ മതി, ഓർഡറിന്റെ മൾട്ടിപ്ലിക്കേഷൻ ഈക്വൽ ടു 8 ആയാൽ മതി. ഓർഡറിന്റെ മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും അതിന്റെ ടോട്ടൽ നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ മക്കളെ, ഇനി ഈ ഒരു സംഭവം നിങ്ങൾ കണ്ടോ, AIJ ഡിഫൈൻ ചെയ്തിട്ട് എന്താണ് ഈ AIJ ശ്രദ്ധിച്ചോളെ, ആ കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. എ എന്നുള്ള ഒരു മെട്രിക്സ് ഞാൻ ഇവിടെ ഡിഫൈൻ ചെയ്യുന്ന ഒരു 2x2 മെട്രിക്സ് ആണ്, 2x3 മെട്രിക്സ് ആണ്. നോക്കിക്കോളെ, അതിൻ്റെ ഫസ്റ്റ് എ എന്ന് കൊടുത്തു, എനിക്ക് ഒരു നമ്പറും അതിൽ അറിയില്ല. അപ്പം ഞാൻ എ എന്ന് കൊടുത്തു, ഇവിടെ ഞാൻ 1 എന്ന് കൊടുത്തു. എന്താണ് 1? ഫസ്റ്റത്തെ 1നെ സൂചിപ്പിക്കുന്നത് നമ്മൾ ഏത് റോയിലുള്ളതാണ് എന്നാണ്. ഈ A11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 എന്താണ്, ഫസ്റ്റ് 1 റോയുടെ നമ്പറാണ്. സെക്കൻഡാമത്തെ 1 എന്താണ്, കോളമാണ്. അപ്പൊ ഞാൻ ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് കോളത്തിലുള്ള നമ്പറാണ് A11. അപ്പൊ രണ്ടാമത്തെ ഞാൻ A12 എന്ന് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായിരിക്കും, A12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് റോ തന്നെ ആയിരിക്കും, അതിൽ മാറ്റമൊന്നുമില്ല. പക്ഷെങ്കിൽ 2 എന്തിനെ സൂചിപ്പിക്കുന്നതാണ്, കോളത്തിനെ സൂചിപ്പിക്കുകയാണ്. സോ രണ്ടാമത്തെ കോളത്തിലായിരിക്കും ആ നമ്പർ, ഫസ്റ്റ് റോയിലായിരിക്കും, രണ്ടാമത്തെ കോളത്തിൽ. ഇവിടെ ഒരു 3x2 മെട്രിക്സ് അല്ലേ കൺസിഡർ ചെയ്യാൻ പറഞ്ഞത്. 3x2 എന്ന് പറയുമ്പോൾ 3 റോയും 2 കോളവുമാണ് വേണ്ടത്, 3 റോയും. അപ്പം A12 കഴിഞ്ഞ് ഇനി നമുക്ക് എന്താണത്, രണ്ടാമത്തെ റോ. കാരണം എന്താണ്, 2 കോളേ പാടുള്ളൂ എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ 3x2 കൺസിഡർ ചെയ്യാൻ പറഞ്ഞത്. അപ്പം രണ്ടാമത്തെ റോയിലേക്ക് നമുക്ക് എന്താക്കാം, പോകാം. രണ്ടാമത്തെ റോയിൽ വരുമ്പോൾ എന്ത് വരും, ഫസ്റ്റ് 2 വരൂലേ. കാരണം എന്തുകൊണ്ടാ, A2 വരുമ്പോൾ ആണ് 2 എന്താകുക, സെക്കൻഡ് റോ ആയി മാറുക. സെക്കൻഡ് റോ ആയിട്ട് മാറുക എപ്പാണ്, A2 വരുമ്പോ അല്ലേ. ഇനി എന്ത് കൊടുക്കണം, ഫസ്റ്റ് കോളമാണല്ലോ. സോ A21. അപ്പൊ 21 എന്തായിരിക്കും, ഫസ്റ്റ് കോളം. ഇങ്ങനെ എന്താക്കാം, നമുക്ക് നമ്പേഴ്സിനെ അറേഞ്ച്മെന്റ് ചെയ്തിട്ട് ഈ AIJയിലെ ഈ ഐജയ്ക്ക് ഐ എന്നുള്ളത് ഫസ്റ്റ് നമ്പർ ഇവിടെ എന്തായിരിക്കും. അപ്പൊ ഈ AIJ ആണെങ്കിൽ ഇവിടെ A11 കൊടുത്തില്ലേ, ഇവിടെ I is equal to 1 ആയിരിക്കും, J is equal to 1 ആയിരിക്കും. ഇനി ഇവിടെയോ I is equal to 1 ആയിരിക്കും, J is equal to എന്തായിരിക്കും, 2 ആയിരിക്കും. അതെന്താക്കിയാൽ മതി, ഈ ഒരു സംഭവത്തിലൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ആ ഒരു എൻറ്റയർ മെട്രിക്സ് കിട്ടും. അത് നോക്കണേ, ഏതാണ് ഓർഡർ നോക്കണം, 3x2 ആണ് ഓർഡർ. സോ 3x2 ഫസ്റ്റ് എഴുതി വെക്കണം. എന്നിട്ട് എന്താക്കണം, ഇതാണ് ആ 3x2 മെട്രിക്സ് വരിക. അതായത് 3 റോ 2 കോളം. എന്നിട്ട് എന്താക്കിയാൽ മതി, ആ ഐയും ജെയ്ക്കും വാല്യൂസ് കൊടുത്തിട്ട് ആ AIJന്റെ ആ മെട്രിക്സ് നിങ്ങളൊന്ന് കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി കുറച്ച് ടൈപ്സ് ഓഫ് മെട്രിക്സ് നോക്കാം. ഒന്നുമില്ല, സിമ്പിൾ ആക്കിയിട്ട് നമുക്ക് പറയാം. കോളം മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അവിടെ കോളം മാത്രമേ പാടുള്ളൂ, വേറെ ഒരു മഹാനും പാടില്ല. ആകെ കോളം മാത്രമാണുള്ളത് എങ്കിൽ അതെന്താണ് മക്കളെ, കോളം മെട്രിക്സ് ആണ്. ഇനി അതേപോലെ തന്നെ റോ മെട്രിക്സ് എന്തായിരിക്കും, അവിടെ റോ മാത്രമേ ഉണ്ടാവുള്ളൂ, വേറെ ഒന്നും ഉണ്ടാവില്ല, റോ മാത്രമേ ഉണ്ടാവുള്ളൂ. എന്തായിരിക്കും, റോ മെട്രിക്സ് ആയിരിക്കും. ഇനി സ്ക്വയർ മെട്രിക്സ്, ഇതിനെ നിങ്ങൾ നല്ലോണം പഠിച്ചു, ഇതിനെ കൊണ്ട് നല്ല ഒരുപാട് പണിയെടുക്കാണ്ട്. സ്ക്വയർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഓർഡർ നമ്പർ ഓഫ് കോളംസും നമ്പർ ഓഫ് റോംസും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അതായത് 3x3, 2x2, 4x4 കോളംസ്, നമ്പർ ഓഫ് കോളംസും നമ്പർ ഓഫ് റോസും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കുന്ന മെട്രിക്സ് ആണ് സ്ക്വയർ മെട്രിക്സ്. കാരണം ഒരു സ്ക്വയറിനെ ഒപ്പുന്നില്ല. ഇനി ഡയഗണൽ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ സ്ക്വയർ മെട്രിക്സ് തന്നെ നമ്മൾ ചെയ്യാം. അതായത് അതിന്റെ ഡയഗണൽ എലമെന്റ്സ്, ഡയഗണൽ ആണ് എന്തായിരിക്കണം, സ്ക്വയർ ആയിരിക്കണം. ഡയഗണൽ എലമെന്റ്സ് മാത്രം വാല്യൂസ് ഉണ്ടാവും, ബാക്കിയൊക്കെ 0 ആയിരിക്കും. ഡയഗണൽ എലമെന്റ്സ് മാത്രം വാല്യൂസ് ഉണ്ടാവും, ബാക്കിയൊക്കെ എന്തായിരിക്കും, 0 ആയിരിക്കും. അതാണ് മക്കളെ ഡയഗണൽ മെട്രിക്സ്. ഇനി സ്കാലാർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അതന്നെ ഡയഗണൽ മെട്രിക്സിന്റെ സെയിം കോൺസെപ്റ്റ്, ബട്ട് ഒരു വ്യത്യാസമുണ്ട്. ഡയഗണൽ എലമെന്റ്സ് എല്ലാം എന്തായിരിക്കും, സ്കാലാർ മെട്രിക്സ് ആയിരിക്കും. ഈ സ്കാലാർ മെട്രിക്സ് തന്നെയാണ് ഇത് നമ്മുടെ ഐഡന്റിറ്റി മെട്രിക്സ്. നോക്കണം, 3 എന്താണ്, ഡയഗണൽ എലമെന്റ്സ് മൊത്തം എന്താണ്, 1 ആണ്. ദാറ്റ് ഈസ് സെയിം നമ്പർ ആണ്. അതാണ് നമ്മുടെ ഐഡന്റിറ്റി മെട്രിക്സ്, യൂണിറ്റി മെട്രിക്സ് ഒക്കെ വിളിക്കുന്നത്. പിന്നെ സീറോ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, എൻറ്റയർ 0 ആയിരിക്കും. ഇതാണ് നമ്മുടെ ടൈപ്സ് ഓഫ് മെട്രിക്സ്. പിന്നെ ട്രയാങ്കുലർ മെട്രിക്സ് എന്നൊരു സംഭവമുണ്ട്, പക്ഷേ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് വലിയൊന്നും ചെയ്യാനില്ല. ഇതിൽ തന്നെ നിങ്ങൾക്ക് ഐഡന്റിറ്റിയും സ്ക്വയർ മെട്രിക്സ് ആണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്.
ഇനി മക്കളെ അടുത്താണ് ഈക്വാലിറ്റി ഓഫ് മെട്രിസസ്. ഈക്വാലിറ്റി ഓഫ് മെട്രിസസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഞാൻ ഇത്രയും നേരം മെട്രിക്സ് പറഞ്ഞില്ലേ. അപ്പം രണ്ട് മെട്രിക്സസ് ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ ഓരോ പൊസിഷനുള്ള നമ്പേഴ്സ് ഈക്വൽ ആയിരിക്കണം. എൻറ്റയർ പൊസിഷനുള്ള A11 A12 അങ്ങനെയുള്ള കുറേ നമ്പേഴ്സ് എല്ലാം ഡിഫൈൻ ചെയ്തില്ല, അതിലുള്ള ഓരോ നമ്പേഴ്സ് എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം. ഓരോ നമ്പേഴ്സും ഈക്വൽ ആണെങ്കിൽ അതെന്തായിരിക്കും, ഒരു ഈക്വൽ മെട്രിക്സ് ആയിരിക്കും. ഒരു ചെറിയ ദിവസം നിങ്ങൾ ഇത്ര വലിയ ക്വസ്റ്റൻ എടുത്താൽ നമുക്കിപ്പോൾ ചെയ്തിരിക്കില്ല. ഈ ഒരു ചെറിയൊരു ക്വസ്റ്റൻ ഉണ്ടെങ്കിൽ ഇതല്ലേ നമ്മൾ വെച്ചാൽ ഇതാ ഈ 2A + B എന്തിനോട് ഈക്വൽ ആയിരിക്കണം, 4 ഈക്വൽ ആയിരിക്കണം. അതേപോലെ തന്നെ 5C - D എന്തിനോട് ഈക്വൽ ആയിരിക്കണം, 11 ഈക്വൽ ആയിരിക്കണം. A - 2B എന്തിനോട് ഈക്വൽ ആയിരിക്കണം, -3 ഈക്വൽ ആയിരിക്കണം. 4C + 3D എന്തിരിക്കണം, 24 ആയിരിക്കണം. ഇത് ഓരോന്നും എൻറ്റയർ ഈക്വൽ ആണെങ്കിൽ ഒരു മെട്രിക്സ് ഞാൻ തരുതാ 1 2 3 4 അതേപോലെ തന്നെ അത് ഈക്വൽ എന്തിനോട് ഈക്വൽ ആവുള്ളൂ, 1 2 3 4 മാത്രമേ അത് ഈക്വൽ ആവുള്ളൂ. ഓരോ പൊസിഷനിലുള്ള നമ്പേഴ്സ് എന്തായിരിക്കണം, അതിനോട് എൻറ്റയർ ഈക്വൽ ആണെങ്കിൽ ആ മെട്രിക്സിനെ നമുക്ക് എന്ത് വിളിക്കാം, ഈക്വൽ മെട്രിക്സ് വരാം. അപ്പോൾ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാം. അതായത് ഇവിടെ ഒരു എന്തൊരു എക്സ് ഒക്കെ തന്നിട്ട് നിങ്ങൾക്ക് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറയും. എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ഒന്നുമില്ല, എന്താക്കിയാൽ മതി, എക്സിൻ്റെ നേരെ പൊസിഷനിൽ ഏതാണുള്ളത്, 4 ആണുള്ളത്. അപ്പോൾ x = 4 ആയിരിക്കും. അപ്പം എന്തായിരിക്കും, ആ മെട്രിക്സ് ഈക്വൽ ആണെങ്കിൽ എൻറ്റയർ പൊസിഷനിലുള്ള ഓരോ എലമെന്റ്സും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് എന്താക്കാം, ഇതാണ് ഇക്വാലിറ്റിയുടെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഞാനതൊക്കെ വലിച്ചു നീട്ടുന്നില്ല, ചെറിയതാണ്. ഇനി ഫസ്റ്റ് ആണ് മക്കളെ, അടുത്ത നമുക്ക് പഠിക്കാനുള്ളതാണ് ഓപ്പറേഷൻസ് ഓൺ മെട്രിസസ്. ഓപ്പറേഷൻസ് വേണമല്ലോ, കുറക്കാനും കൂട്ടാനും ഗുണിക്കാനും ഹരിക്കാനും ഒക്കെ നോക്കണമല്ലോ. അതായത് സമ്മ് ഫസ്റ്റ് നമ്മൾ പഠിക്കുകയാണ്. എന്താണ് സം എന്ന് വെച്ചാൽ കൂട്ടുക. അപ്പം രണ്ട് മെട്രിക്സസ് കൂട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഇപ്പോൾ ഇക്വാലിറ്റി പറഞ്ഞിട്ടില്ലേ, അതേ സെയിം കോൺസെപ്റ്റ്. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്, ഇവിടെ ഈക്വൽ അല്ല, ഈച്ച് പൊസിഷനിലുള്ളയും എലമെന്റ്സ് തമ്മിൽ എന്താക്കുക, ആഡ് ചെയ്യുക. ഇതാ ഈ ഒരു മെട്രിക്സ് എന്നിട്ട് ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2ഉം 12ഉം കൂടി A + B കാണണമെങ്കിൽ എന്താക്കിയാൽ മതി, ആ ഓരോ പൊസിഷനിലുള്ള നമ്പേഴ്സ് തമ്മിൽ അങ്ങ് എഴുതാൻ മതി. 2ഉം 12ഉം എഴുതാൻ വരും 14 വരുമല്ലോ. അതേപോലെ 3ഉം 6ഉം എഴുതാൻ വരും 9 വരുമല്ലോ. 1ഉം 11ഉം എഴുതാൻ വരും 12 വരുമല്ലോ. -11 അല്ലേ, 11 അല്ല, 1ഉം 11ഉം എഴുതാൻ വരും 12 വരുമല്ലോ മക്കളെ. അടുത്ത എന്തോ എഴുതണം, 6ഉം 2ഉം 2ഉം ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും, 8 വരും. ഇനി എന്തൊക്കെ ഉണ്ട്, 5 ഉണ്ട്. 5ന്റെ പൊസിഷനിൽ എന്താണുള്ളത്, 0 ആണുള്ളത്. 0ഉം 5ഉം എഴുതി കഴിഞ്ഞാൽ 5 തന്നെ വരും. പിന്നെ അടുത്തുള്ള 0 ആണ്. 0ന്റെ പൊസിഷനിൽ ഇവിടെ എന്താണുള്ളത്, 4 ആണുള്ളത്. 0 + 4 എന്താണ്, 4. അപ്പോൾ A + B, ഇത്രയേ ഉള്ളൂ. അഡിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപിടി ഗുലുമാല ഒന്നുമില്ല, നല്ല ഡീസൻറ്റ് ചെക്കനാണ്. സോ അഡിഷൻ നമ്മൾ കണ്ടുപിടിച്ചു. A + B എന്ത് കിട്ടി നമുക്ക്, 14 9 12 8 5 4 എന്നുള്ള ഒരു മെട്രിക്സ് കിട്ടി. അതെന്താണ്, ഓരോ പൊസിഷനിലുള്ളയും അതാത് പൊസിഷനിലുള്ള നമ്പേഴ്സുമായിട്ട് എന്താക്കുക, ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നം സോൾവ്. ഓക്കെ, ഇനി മൾട്ടിപ്ലിക്കേഷൻ ബൈ സ്കാലർ. ഒന്നുമില്ല മക്കളെ, ഒരു ചെറിയൊരു കോൺസെപ്റ്റ് പറഞ്ഞുതരാം. മൾട്ടിപ്ലിക്കേഷൻ ബൈ സ്കാലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടെ ഒരു 1 2 5 6 എന്നുള്ള ഒരു മെട്രിക്സ് എടുത്തു. ആ മെട്രിക്സിനെ ഒരു സ്കാലാർ കൊണ്ട് ഞാൻ മൾട്ടിപ്പിൾ ചെയ്യുകയാണെങ്കിൽ ഒന്നുമില്ല, ആ മെട്രിക്സിലെ എൻറ്റയർ എലമെന്റിനെ എന്താക്കണം, ആ ഒരു 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഒരു 3 കൊണ്ട് ആ മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യുക പറഞ്ഞാൽ എൻറ്റയർ എലമെന്റിനെയും അതിലുള്ള ഈച്ച് ആൻഡ് എവരി എലമെന്റിനെയും എന്താക്കണം, ആ ഒരു 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ചെയ്തോ, അപ്പം എന്ത് വരും, 3 6 15 18. ഇതാണ് ആ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള നമുക്ക് കിട്ടുന്ന ആ ഒരു മെട്രിക്സ്. സോ നോക്കാം, A m cross n and K is a scalar. K is another matrix which is by each element of A by scalar. കണ്ടില്ലേ, അതാണ് ഞാൻ എന്താക്കിയത്, നമ്മുടെ ഈ ഡെഫിനിഷനൊക്കെ ഭയങ്കര വലിച്ചു നിട്ടില്ലേ, ഞങ്ങൾക്ക് ഇഷ്ടമാണ് കാണുമ്പോൾ. ഇതാണ് കോൺസെപ്റ്റ്. സ്കാലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന പറഞ്ഞാൽ ഈച്ച് ആൻഡ് എവരി എലമെന്റിനെ എന്താക്കുക, ആ ഒരു സ്കാലാർ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം. ഓക്കെ, അപ്പോൾ മക്കളെ പിന്നെ അതിനെക്കുറിച്ച് പ്രോപ്പർട്ടീസും കാര്യങ്ങളുണ്ട്. ഇത് അത്ര വലുതായി നിങ്ങൾ പഠിക്കണമെന്നില്ല. അതായത് രണ്ട് മെട്രിക്സ് ആഡ് ചെയ്തിട്ട് സ്കാലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്, സ്കാലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യുന്നത് കണക്കാണ്. അതാണ് ഫസ്റ്റ് പറഞ്ഞത്. പിന്നെ രണ്ട് സ്കാലാർസ് ആഡ് ചെയ്തിട്ട് മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതും ഒരു മെട്രിക്സിനോട് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം ആ സ്കാലാർ ആഡ് ചെയ്യുന്നതായിരിക്കും ഈക്വൽ ആയിരിക്കും. അതൊരു വ്യത്യാസമൊന്നുമില്ല. അങ്ങനത്തെ ഒരു ചെറിയൊരു കോൺസെപ്റ്റ് ആണത്. പിന്നെ നെഗറ്റീവ് ഓഫ് എ മെട്രിക്സ് ഒന്നുമില്ല. നമ്മളിപ്പോൾ ഒരു സ്കാലാർ മൾട്ടിപ്ലിക്കേഷൻ പറഞ്ഞില്ലേ, ആ സ്കാലാർ മൾട്ടിപ്ലിക്കേഷനിൽ -1 കൊണ്ട് ആ എൻറ്റയർ മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, നെഗറ്റീവ് മെട്രിക്സ്. ഇൻവേഴ്സ് മെട്രിക്സ് അല്ലേ, നെഗറ്റീവ് മെട്രിക്സ് ആണ്. ഓക്കെ, ഇനി ഡിഫറൻസ് ഓഫ് എ മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞെങ്കിൽ ഒരു അഡിഷൻ അത് തന്നെ സംഭവം.
വ്യത്യാസമൊന്നും ഇല്ല കേട്ടോ. അഡിഷൻ എന്ന് പറഞ്ഞാൽ അഡിഷൻ്റെ പ്ലസിന് വരെ എന്ത് കൊടുക്കുക, ഒരു മൈനസ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എന്ത് കിട്ടും, പ്രോബ്ലം സോൾവ്ഡ്. ഓക്കെ, അപ്പം അതാണ് നമുക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്തൊക്കെ കണ്ടുപിടിക്കാം. ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഇതായത് നമ്മളെന്തൊക്കെയാണ് നമ്മളെ ലൈവിൽ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടാ. അപ്പോൾ മക്കളെ ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടോളെ. ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ട് എക്സും വൈയും കണ്ടുപിടിക്കാനാണ് നിങ്ങൾ പറഞ്ഞത്. എക്സ് പ്ലസ് വൈയും എക്സ് മൈനസ് വൈയും നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിച്ചോ. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് മൈനസ് വൈ ചെയ്യുക. അതേപോലെ എക്സ് പ്ലസ് വൈ പ്ലസ് പ്ലസ് അല്ല മൈനസ് എക്സ് മൈനസ് വൈയും ചെയ്യാം. ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, എക്സും വൈയും കിട്ടും. എങ്ങനെയാണ് കിട്ടുന്നല്ലേ, ഈ എക്സ് പ്ലസ് വൈ എന്നാണ് ഇവിടെ എക്സ് പ്ലസ് വൈ ഫസ്റ്റ് മീറ്റേഴ്സാണ് 5,2,0,9. അതേപോലെ എന്തുണ്ട് പ്ലസ് 3,6,0 - 1. ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും. ഇതൊന്നും എന്താക്കുന്നുണ്ട്, താഴെ കുറച്ച് ഇതാക്കേണ്ട എന്താ. അപ്പം ഇത് രണ്ടും എക്സ് പ്ലസ് വൈയും എക്സ് മൈനസ് വൈയും നിങ്ങൾ നേടി നോക്കി. ഇവിടെ പ്ലസ് അല്ലേ, അപ്പം എന്താ ആ ബ്രാക്കറ്റ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് മൈനസ് വൈ, അതായത് എന്ത് മാറും, വൈയും വൈയും ക്യാൻസൽ ആയി പോകും. ബാക്കി എന്തുണ്ടാവും, ഒരു 2x ഉണ്ടാവും. ഈ ആഡ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, 5 + 3 8, 2 + 6 8, 0 + 0 that is also 0, 9 + 1 that is 9 - 1 that is also 8. അപ്പം എല്ലാ മെട്രിക്സും എനിക്ക് എന്ത് കിട്ടി, എല്ലാ നമ്പേഴ്സും 8 കിട്ടി. എനിക്ക് എക്സ് അല്ല കണ്ടുപിടിക്കേണ്ടത്. എക്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, ഈ എക്സിനെ ഇവിടെ വെച്ചിട്ട് 2 എന്താക്കിയാൽ മതി, അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ 1/2 ആയിട്ട് മാറും. 1/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റയർ എലമെൻറ്റിന് 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഞാൻ കൊടുത്തു 8/2, 8/2, 0/2, 8/2. ഇത് പോടാ 0/2, 8/2. അപ്പം എനിക്ക് എന്ത് വരും ആൻസർ, ഫൈനൽ ആൻസർ ബിക്കം 4404 എന്നുള്ള ഒരു മെട്രിക്സ് എനിക്ക് കിട്ടൂലേ. ഇതാണ് എൻ്റെ എക്സ് മെട്രിക്സ്. കണ്ടുപിടിച്ച് വേണ്ടിയില്ലേ, ഇതുപോലെ നിങ്ങൾക്ക് വൈയും കണ്ടുപിടിക്കുക. ഏത് മെട്രിക്സ് മതി, എക്സ് പ്ലസ് വൈ മൈനസ് എക്സ് മൈനസ് വൈ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, വൈയും കിട്ടും. ഇതാണ് ഇതിൻ്റെ കോൺസെപ്റ്റ്. ഈ ക്വസ്റ്റ്യൻ ഞാൻ എടുത്ത് പറഞ്ഞത് ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ടാട്ടോ മക്കളെ. ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മെട്രിസസ്. മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊന്ന് ആലോചിച്ചിട്ട് ചെയ്യേണ്ട കാര്യമാണ്. ശ്രദ്ധിച്ച് ചെയ്തോ. ഒരു മെട്രിക്സ് ഞാൻ തന്നു 1 2 3 6 4 5 6. അതേപോലെ ഇവിടെ മെട്രിക്സ്, ഇവിടെ ഓർഡറും കാര്യങ്ങളൊന്നും സെയിം ആണെന്ന് നിർബന്ധമില്ല. അതുപോലെ തന്നെ 2 6 5 3 2 1. ഇവിടെ നോക്കോ, എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസ്, അതായത് ഒരു മെട്രിക്സിൻ്റെ നമ്പർ ഓഫ് റോസും മറ്റൊരു നമ്പർ ഓഫ് കോളംസ് ഒന്നും എന്തായാൽ മതി, ഈക്വൽ ആയാൽ മതി. മൾട്ടിപ്ലിക്കേഷൻ ശ്രദ്ധിച്ചോ. ഫസ്റ്റ് ഈ ഒരു എയും ഇതൊരു ബിയും ആണെങ്കിൽ A × B എന്ന് പറയുന്നത് എന്തായിരിക്കും എന്നൊക്കെ എത്തിച്ചോളെ. ഇതിലുള്ള ഫസ്റ്റ് നമ്പറില്ലേ, അതിതാ ഫസ്റ്റ് റോ ഇല്ലേ, ഫസ്റ്റ് റോ സെലക്ട് ചെയ്യുക. ഫസ്റ്റ് റോ ഓരോ നമ്പറിനോട്, അതായത് നമ്മുടെ ഫസ്റ്റ് കോളത്തിലെ ഓരോ നമ്പറിനോടും മൾട്ടിപ്ലൈ ചെയ്യുക. ദാറ്റ് ഈസ് 1 × 2. ഫസ്റ്റ് റോ 1 × 2, അടുത്ത 2 × 6 പ്ലസ് എന്താ കൊടുക്കേണ്ടത്, പ്ലസ്. ശ്രദ്ധിച്ചോളാം, എന്താ കൊടുക്കേണ്ടത്, പ്ലസ് 2 × 6. ഓക്കെ, ഫസ്റ്റ് എന്ത് കൊടുത്തു, 1 × 2. അടുത്ത എന്ത് കൊടുത്തു, രണ്ടാമത്തെ നമ്പർ ഇൻറ്റു കോളത്തിലെ രണ്ടാമത്തെ നമ്പർ, റോയിലെ രണ്ടാമത്തെ നമ്പർ ഇൻറ്റു കോളത്തിലെ രണ്ടാമത്തെ നമ്പർ 2 × 6 പ്ലസ്. അടുത്തയും പ്ലസ്. എന്താ കൊടുക്കുക, മൂന്നാമത്തെ നമ്പർ 3 × 15. ഇത് ഏത് എലമെന്റ് ആണ്, നമ്മുടെ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെന്റ് നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെന്റ്. ഇനി ഫസ്റ്റ് റോയിലെ രണ്ടാമത്തെ എലമെന്റ് കണ്ടുപിടിക്കണമെങ്കിലോ, ഫസ്റ്റ് റോയിലെ രണ്ടാമത്തെ എലമെന്റ് കണ്ടുപിടിക്കണമെങ്കിൽ 1 × 3 അല്ലെ. പിന്നെ ഫസ്റ്റ് റോയിലെ രണ്ടാമത്തെ എലമെന്റ് അടിക്കണം, രണ്ടാമത്തെ കോളം സെലക്ട് ചെയ്യുക. ദാറ്റ് ഈസ് പ്ലസ് 2 × എന്ത് വരും, 2 × 2. അടുത്ത എന്താണ്, പ്ലസ് 3 × 1. ഇപ്പൊ രണ്ടാമത്തെ എലമെന്റ് കിട്ടി. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്, രണ്ടാമത്തെ റോ എടുക്കുക, എന്നിട്ട് എന്താക്കുക, ഫസ്റ്റ് കോളത്തിനോട് മൾട്ടിപ്ലൈ ചെയ്യുക, അപ്പോൾ ഒരു എലമെന്റ് കിട്ടും. അതേപോലെ രണ്ടാമത്തെ റോ എടുക്കുക, രണ്ടാമത്തെ കോളത്തിനോട് മൾട്ടിപ്ലൈ ചെയ്താൽ അടുത്ത ഒരു എലമെന്റ് കിട്ടും. നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത ഏതൊക്കെ എലമെന്റ് ആണ്, 2/3 മെട്രിക്സും അതുപോലെ ഒരു 3/2 മെട്രിക്സുമാണ് നമുക്ക് എന്താക്കിയത്, നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തത്. നമുക്ക് കിട്ടുക ഏതാണ്, ഒരു 2/2 മെട്രിക്സ് ആണ്. 2/2 മെട്രിക്സ് ആണ്. ഇതാണ് ഇതിന്റെ കോൺസെപ്റ്റ്.
ഓക്കെ, ഒരു 2/3 3/2 അല്ലെങ്കിൽ ഒരു 2/4 അല്ലെ 4/2 നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെ 3/4 ഒരു 4/2 നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് കിട്ടുന്നതാ 3/2. ലാസ്റ്റുള്ള രണ്ട് നമ്പേഴ്സിലെ ആ രണ്ട് നമ്പേഴ്സുള്ള ഓർഡേർഡ് ആയിട്ടുള്ള ഒരു മെട്രിക്സ് ആണ് നിങ്ങൾക്ക് കിട്ടുക. അപ്പം മൾട്ടിപ്ലിക്കേഷന്റെ കോൺസെപ്റ്റ് ഇതാണ്. ഫസ്റ്റ് റോ നിങ്ങൾ സെലക്ട് ചെയ്യുക, അപ്പുറത്ത് എന്താക്കുക, ഫസ്റ്റ് കോളത്തിലെ ഓരോ നമ്പർ, ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് നമ്പറും ഫസ്റ്റ് കോളത്തിലെ ഫസ്റ്റ് നമ്പറും, ഫസ്റ്റ് റോയിലെ സെക്കൻഡ് നമ്പറും ഫസ്റ്റ് കോളത്തിലെ സെക്കൻഡ് നമ്പറും, അങ്ങനെ ഓരോ നമ്പേഴ്സും തമ്മിൽ എന്താക്കുക, മൾട്ടിപ്പിൾ ചെയ്ത് കണ്ടുപിടിക്കാം. ഒന്നുകിട്ടും ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ എനിക്ക് ചെയ്തുതരാം. A × B ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എന്താക്കണം, 6ഉം ഫസ്റ്റ് എന്താക്കണം, ഫസ്റ്റ് റോ എടുക്കുക, ഫസ്റ്റ് കോളം എടുക്കുക. ഫസ്റ്റ് ഇവിടെ എന്താ ഉള്ളത്, ഒരു 2/2 മെട്രിക്സും അതേപോലെ ഒരു 2/3. അപ്പൊ കിട്ടേണ്ട ഏതാണ്, ഒരു 2/3 മെട്രിക്സ് ആയിരിക്കുമല്ലോ. കിട്ടുമോ നോക്കാം നമുക്ക്. അപ്പൊ നോക്കാം മക്കളെ, ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം, ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം. അപ്പൊ നോക്കളെ, ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് നമ്പർ ഇൻറ്റു ഫസ്റ്റ് കോളത്തിലെ ഫസ്റ്റ് നമ്പർ, ദാറ്റ് ഈസ് 6 × 2 പ്ലസ് ഫസ്റ്റ് റോയിലെ സെക്കൻഡ് നമ്പർ ഇൻറ്റു സെക്കൻഡ് കോളത്തിലെ സെക്കൻഡ് നമ്പർ, ഫസ്റ്റ് കോളത്തിലെ സെക്കൻഡ് നമ്പർ, ദാറ്റ് ഈസ് 9 × 7. ഓക്കെ, ഇനി അതങ്ങ് ഫുള്ളായിട്ട് മായ്ച്ച് കളി. അടുത്ത എന്തുണ്ട്, ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് നമ്പർ ഇൻറ്റു സെക്കൻഡ് കോളത്തിലെ ഫസ്റ്റ് നമ്പർ, അതോടെ കൊടുക്കും ഇവിടെ. കഴിഞ്ഞില്ലല്ലോ, സെക്കൻഡ് നമ്പർ ഇൻറ്റു സെക്കൻഡ് നമ്പർ പ്ലസ് 9 × 9. കഴിഞ്ഞില്ലല്ലോ, ഒരു കോളം കൂടിയും ബാക്കിയുണ്ടല്ലോ. അപ്പോൾ ഒരു കോളത്തിനും കൂടി മൾട്ടിപ്ലൈ ചെയ്യണമല്ലോ. ചെയ്തോ മക്കളെ, 6 × 0 അതേപോലെ 9 × 8, 6 × 0 പ്ലസ് 9 × 8. അതേപോലെ ഇവിടെ 3 നമ്പർ നമുക്ക് കിട്ടുമല്ലോ. അതായത് ഇതെന്താണ്, 2/3 അല്ലേ നമുക്ക് കിട്ടിയത്. അപ്പൊ കോൺസെപ്റ്റ് കറക്റ്റ് അല്ലേ. ഇതാണ് നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മെട്രിസസ്. ഇതിൽ കുറച്ചൊരു പണിയുള്ള സംഭവം ഇതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താക്കാം, അധികം ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ ലൈവിലെ കറക്റ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നോക്കുക. പിന്നെ ഇതതിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ആണ്, അസോസിയേറ്റീവ്, ഡിസ്ട്രിബ്യൂട്ടീവ്, അതേപോലെ ഐഡന്റിറ്റി, എക്സസീവ് ചെയ്യും. എന്താണ്, AB × C യും A × BC ഒക്കെ എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഇന്ന് വലിയ ഇതാക്കിയിട്ട് പറയാനില്ല. ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ, റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ നമ്മളതിൽ ചെയ്തിട്ടുണ്ട്. അടുത്താണ് മക്കളെ, ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ്. എന്താണ് ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ്? ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു മെട്രിക്സ് ഞാൻ എഴുതി 1 2 3 4 6 5 അതേപോലെ 12 3 0. ഈ ഒരു മെട്രിക്സ് ഞാൻ എഴുതി. ഈ മെട്രിക്സിന് ട്രാൻസ്പോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ഡിനോട്ട് ചെയ്യാം, ഒന്നെങ്കിൽ A' അല്ലെങ്കിൽ A ട്രാൻസ്പോസ്, ഇങ്ങനെയൊക്കെ ഡിഫൈൻ ചെയ്യാം. എന്താണ് A ട്രാൻസ്പോസ്? ശ്രദ്ധിച്ചോട്ടു. നമ്മുടെ റോസില്ലേ അത് മൊത്തം കോളമാക്കുക, നമ്മുടെ കോളംസില്ലേ അത് മൊത്തം റോ ആക്കുക. അത് സ്ക്വയർ മെട്രിക്സിനെ പറ്റുള്ളൂ. നമ്മളെ റോ മൊത്തം കോളമാക്കുക, കോളം മൊത്തം റോ ആക്കുക. അപ്പോൾ എൻ്റെ ഫസ്റ്റ് റോ ഇതല്ലേ, കുറച്ച് സീരിയസ് ആയല്ലേ ഉണ്ടേട്ടാ. ആ ഫസ്റ്റ് റോ ഇതല്ലേ, അതിനെന്താക്കുക, കോളമാക്കിയിട്ട് എഴുതുക. കോളമാക്കി എഴുതല്ലോ. സെക്കൻഡ് റോ ഇതല്ലേ, അതിനെയും എന്താക്കുക, കോളമാക്കി എഴുതുക. എഴുതിയല്ലോ. ഇനി മൂന്നാമത്തെ റോ ഇതല്ലോ, അതിനെയും എന്താക്കുക, കോളമാക്കി എഴുതുക. എഴുതിയില്ലേ? അപ്പൊ എന്താക്കി, ഇതാണ് ഇതിന്റെ ട്രാൻസ്പോസ്. അപ്പൊ ഓട്ടോമാറ്റിക്കലി എന്തായി, നമ്മുടെ കോളംസ് ഒക്കെ എന്തായിട്ട് മാറി, റോസ് ആയിട്ട് മാറി. അതായത് റോയിനെയും കോളത്തിനെയും ഇന്റർചേഞ്ച് ചെയ്തിട്ട് എഴുതുന്നതാണ് നമ്മുടെ ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പൊ ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ് എന്താണ്, റോയിനെയും കോളത്തിനെയും ഇന്റർചേഞ്ച് ചെയ്തിട്ട് എഴുതുന്നതാണ്. ഓക്കെ, അതിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെയാണ്. A + B ട്രാൻസ്പോസ് എന്ന് പറയുന്നതാണ് A ട്രാൻസ്പോസ് + B ട്രാൻസ്പോസിനോട് ഈക്വൽ ആണ്. അതുപോലെ തന്നെ A ട്രാൻസ്പോസ് O ട്രാൻസ്പോസ് എന്ന് പറയുന്നതാണ് Aനോട് തന്നെ ഈക്വൽ. അതായത് കോളം റോയും ഇന്റർചേഞ്ച് ചെയ്തിട്ട് ഓൾറെഡി എഴുതി, പിന്നെ അതിന് ഇന്റർചേഞ്ച് ചെയ്ത് എന്താ വരുക, പഴയ മോഡലിലേക്ക് തന്നെ പോകും. അത് തന്നെ. ഈ ഒരു കാര്യം നിങ്ങളൊന്ന് ഓർത്ത് വെച്ചോട്ടോ. ഓക്കെ, ഇനിയാണ് മക്കളെ സിമ്മട്രിക് ആൻഡ് സ്ക്യൂ സിമ്മട്രിക് മെട്രിക്സ്. അതായത് നമ്മൾ A ട്രാൻസ്പോസ് എന്താന്ന് പഠിച്ചല്ലോ. A ട്രാൻസ്പോസ് എന്ത് പഠിച്ചു കഴിഞ്ഞാൽ, A which is equal to A ട്രാൻസ്പോസ് ആണെങ്കിൽ, അതാണ് നമ്മുടെ സിമ്മട്രിക് എന്ന് പറയുന്നത്. നമ്മുടെ സിമ്മട്രിക് എന്ന് പറയുന്നതാണ് A is equal to A ട്രാൻസ്പോസ് ആണ്. A ട്രാൻസ്പോസ് ആണ് നമ്മുടെ സിമ്മട്രിക് മെട്രിക്സ് എന്ന് പറയുന്നത്. അതേപോലെ A ട്രാൻസ്പോസ് is equal to -A ആണെങ്കിൽ അതെന്താണ്, സ്ക്യൂ സിമ്മട്രിക് ആണ്.
സ്ക്യൂ സിമെട്രിക് എന്ന് പറഞ്ഞാൽ എന്താണ്? എ ട്രാൻസ്പോസ് ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് എ ആണെങ്കിൽ അതെന്തായിരിക്കും? സ്ക്യൂ സിമെട്രിക് ആയിരിക്കും. എ ട്രാൻസ്പോസ് ഈക്വൽ ടു എ ആണെങ്കിൽ അതെന്തായിരിക്കും? സിമെട്രിക് ആയിരിക്കും. ഇതാണ് ഇതിന്റെ കോൺസെപ്റ്റ്. ഇത് വെച്ചിട്ടുള്ള ഒരു കിട്ടില്ലാൻ പോലത്തെ ഒരു പ്രോബ്ലം ഉണ്ട്. ഇത് മെട്രിക്സും സിമെട്രിക്കും എല്ലാം കാണിച്ചു കൊടുക്കാൻ മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾ ട്രാൻസ്പോസ് എടുത്ത് നോക്കിയാൽ മതി ഈ ഒരു കാര്യം. അതായത് ഒരു മെട്രിക്സിന് എ സ്ക്വയർ മെട്രിക്സ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് ഒരു സ്ക്വയർ മെട്രിക്സിന് അതിന്റെ സ്ക്യൂ സിമെട്രിക്കിന്റെയും അതുപോലെ തന്നെ സിമെട്രിക് മെട്രിക്സിന്റെയും സം ആക്കിയിട്ട് നമ്മൾ പറയും എ സ്ക്വയർ മെട്രിക്സ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് സം ഓഫ് ദ സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക്. സിമെട്രിക് മെട്രിക്സിന്റെയും സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന്റെയും സം ആക്കിയിട്ട് ഒരു മെട്രിക്സിനെ റെപ്രസെന്റ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ട ഒരു മെത്തേഡാണിത്. അതായത് ആദ്യം എന്ത് കണ്ടുപിടിക്കുക? എ ട്രാൻസ്പോസ് കണ്ടുപിടിക്കുക. എന്നിട്ട് എ പ്ലസ് എ ട്രാൻസ്പോസ് നിങ്ങൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുക ഒരു മെട്രിക്സ് ആയിരിക്കും. അതൊരു സ്ക്യൂ സിമെട്രിക്, ഒരു സിമെട്രിക് മെട്രിക്സ് ആയിരിക്കും. അതേപോലെ എ മൈനസ് എ ട്രാൻസ്പോസ് കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് കിട്ടുക എന്തായിരിക്കും? ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആയിരിക്കും. അപ്പം നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ തന്നിട്ട്, ഒരു മെട്രിക്സ് തന്നിട്ട് അതിനെ ഇത് എന്തൊക്കെ സിമെട്രിക് മെട്രിക്സിന്റെയും സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന്റെയും സം ആക്കിയിട്ട് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ ഇതാണ്. ആദ്യം എന്ത് കണ്ടുപിടിക്കുക? എ ട്രാൻസ്പോസ് കണ്ടുപിടിക്കുക. എന്നിട്ട് എ പ്ലസ് എ ട്രാൻസ്പോസ് കണ്ടുപിടിച്ചിട്ട് അതിനൊരു 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതേപോലെ എ മൈനസ് എ ട്രാൻസ്പോസ് കണ്ടുപിടിച്ചിട്ട് എന്തൊക്കെ ഒരു 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. രണ്ടും കൂടിയും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെന്നെ കിട്ടും? എ തന്നെ കിട്ടും. ആ ഇക്വേഷനാണ്. ഈ പ്രോബ്ലം ചെയ്യാൻ തുടങ്ങിയാൽ വലിയ പ്രോബ്ലം ആയിപ്പോൾ. സോ ഞാൻ പ്രോബ്ലത്തിലേക്ക് കിടക്കുന്നില്ല. അപ്പോൾ കോൺസെപ്റ്റ് കറക്റ്റ് ആയി നിൽക്കുന്നു. അപ്പോൾ ഇതിൽ എല്ലാ മാർക്കും നിങ്ങളെ നല്ലോണം തന്നെ സ്കോർ ചെയ്യുക. ഓക്കെ.